അവസാനം പ്ലാനിങ്ങും കാര്യങ്ങൾക്കും ഒടുവിൽ ഞങ്ങൾ മൂന്നാർ ട്രിപ്പ് പോവേണ്ട ഡേറ്റ് എല്ലാം ഫിക്സ് ചെയ്തു. ഇപ്പം ഞാൻ തിരുവനന്തപുരത്താണ് ഉള്ളത്. തിരുവനന്തപുരത്ത് വീട്ടിൽ നിന്ന് കരുനാഗപ്പള്ളിയിലോട്ട് പോയിട്ട് അവിടെ നിന്ന് ഗൂഗിളിൻ്റെ ഫ്രണ്ട്സുമായിട്ടാണ് ഞങ്ങൾ പോകാൻ പ്ലാൻ ചെയ്തേക്കുന്നത്. വീട്ടുകാരോടെല്ലാം ടാറ്റ ബൈ ബൈ പറഞ്ഞ് ഞങ്ങളങ്ങനെ ഇറങ്ങിയിട്ടുണ്ട്. ആദ്യം ട്രെയിനിലായിരുന്നു ഞങ്ങൾ ഡിസൈഡ് ചെയ്തത്, പിന്നെ ബൈക്കിൽ പോകാമെന്ന് വെച്ചു. മോർണിംഗ് ഒക്കെ ആകുമ്പോൾ കുറച്ച് വൈബൊക്കെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ ഞങ്ങൾ എവിടെ പോയിരുന്നാലും ബൈക്കാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. നല്ല മഴ ടൈം ആയിരുന്നു, അതുകൊണ്ട് ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം ടൈം കാൽക്കുലേറ്റ് ചെയ്താണ് ഞങ്ങൾ ഈ ബൈക്കിൽ പോകാമെന്ന് തീരുമാനിച്ചത്. 7 മണിക്ക് കരുനാഗപ്പള്ളി എത്തണം, അതാണ് ഞങ്ങളുടെ പ്ലാനിങ്. ഈ വെളുപ്പാങ്കാലത്തുള്ള യാത്ര എന്ന് പറയുന്നത് ഒരു പ്രത്യേക ഫീലാണ്. കാരണം റോഡിലൊന്നും അധികം തിരക്കില്ല. പിന്നെ ആ ഒരു അന്തരീക്ഷം, മഴയുടെ ആ ഒരു അന്തരീക്ഷമൊക്കെ ആയിട്ട് ഞങ്ങൾക്ക് ഈ യാത്ര എന്തായിരുന്നാലും നല്ല ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ ടൈം കാൽക്കുലേറ്റ് ചെയ്തതായതുകൊണ്ട് ആ ഒരു സ്പീഡിലാണ് പോയത്. ഓവർ സ്പീഡല്ല. അങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോൾ ഞങ്ങളുടെ പ്രതീക്ഷ എല്ലാം തെറ്റിച്ചുകൊണ്ട് പെട്ടെന്നായിരുന്നു മഴ. പണി തന്നു. മഴ ചതിച്ചല്ലോ. അങ്ങനെ വൈബിൻ്റെ കാര്യത്തിൽ തീരുമാനമായി. അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കൊണ്ട് കുറേ നേരം നിന്നു. മഴ മാറിയതിന് ശേഷം ഞങ്ങൾ പിന്നെ യാത്ര തുടങ്ങി. ഇപ്പോൾ KMML ചവറ അവിടെ എത്തിയിട്ടുണ്ട്. ഇനിയെന്ന് പറയുന്നത് ഈവനിങ് ഫ്രണ്ട്സുമായിട്ടൊരു മീറ്റപ്പ് വെച്ചിട്ടുണ്ട്. കാരണം ടൂറിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാനാണ്. നമ്മൾ KFC ആണ് അതിന് ചൂസ് ചെയ്ത സ്ഥലം. നാളെ ബാത്റൂമിൽ നിന്ന് ഇറങ്ങല്ലേ ഭഗവാനേ. എന്തൊരു കടി കടിച്ച് അണ്ണാക്കി പിരിവെട്ടിയിരിക്കട്ടെ. ഇതാണ് ഞങ്ങളെ ഷെജിൻ ചേട്ടൻ. പുള്ളി ഭയങ്കര വൈബ് ക്യാരക്ടറാണ് കേട്ടോ. പക്ഷേ ഏറ്റവും അടുപ്പുള്ളവരടുത്ത് മാത്രമേ ചേട്ടൻ അങ്ങനെ നിൽക്കത്തുള്ളൂ. ഇത് ഞങ്ങളുടെ അനുരൂപ് ഏട്ടൻ. പുള്ളി പാവമെന്നാണ് ഞങ്ങളൊക്കെ വിചാരിച്ചത്. പക്ഷെ പുള്ളി സൈലന്റ് കില്ലറാ. അങ്ങനെ ഡിസ്കഷനും കഴിഞ്ഞ് വയറ് നിറയെ ഫുഡും അടിച്ച് ഞങ്ങൾ ഹാപ്പി ആയിട്ട് അന്നത്തെ രാത്രി ഗുഡ് നൈറ്റ് പറഞ്ഞ് പിരിഞ്ഞു. 4:30 പുറപ്പെടാൻ പ്ലാൻ ചെയ്തത്. പക്ഷേ 5:30 അൻഡൂപേട്ടനാണ് ഞങ്ങളെ പിക്ക് ചെയ്യാൻ വന്നത്. ഞങ്ങൾ ഇനി ഷെജിൻ ചേട്ടൻ്റെ വീട്ടിൽ പോയതിന് ശേഷം അവിടെ നിന്ന് 2 വണ്ടിയിലായിട്ടാണ് ഞങ്ങൾ മൂന്നാറിലോട്ട് പോകുന്നത്. നാളത്തെ വൈറൽ താരമാണ്. അവർക്ക് നല്ല വിശപ്പ് വെച്ചു. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഞങ്ങളൊരു ഹോട്ടലിൽ കയറി. കണ്ടില്ലേ എങ്ങനെ കഴിക്കുന്നതെന്ന് ഞാൻ കാണിച്ചത്. അത് ബ്ലോഗ് ഞാൻ ചേട്ടൻ്റെ പേര് ചോദിക്കണ്ടായിരുന്നു. ചേട്ടൻ ആ ചേട്ടൻ്റെ ചായക്കടയെന്ന് പറയുന്നത്. ആ ചേട്ടൻ്റെ ചായ കാണുന്നത്. ഓരോരുത്തരും ഓരോന്നാണ് ഓർഡർ ചെയ്തത്. വന്നതനുസരിച്ച് ഞങ്ങൾ പരസ്പരം ടേസ്റ്റ് ചെയ്തു. ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങൾ വിചാരിച്ച അത്ര ടേസ്റ്റ് ഇല്ലായിരുന്നു. അത്ര അങ്ങോട്ട് നന്നായില്ല. നല്ല വിശപ്പുള്ളത് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് കഴിച്ചായിരുന്നു. ബീഫ് ഓക്കെ ആണ്. മുട്ടക്കറിയുടെ മണമാണ്. മുട്ടക്കറി
ഫുഡൊക്കെ സൂപ്പർ. എല്ലാവർക്കാണെങ്കിൽ കുഴപ്പമില്ല, നീ എടുത്തോ. നിങ്ങളെ മോനെ നിങ്ങളെ വണ്ടി എടുക്കണ്ടായിരുന്നു. തൊടയോ തൊടയും കിട്ടുമോ? ഓ ബീച്ചിന്റെ തൊടല്ലേ. ചേട്ടാ മധുരം കൂട്ടിയത്. നിങ്ങൾ ഒറ്റയ്ക്കുള്ള യാത്ര എങ്ങനെയുണ്ട്? അവര് ഒറ്റയ്ക്കുള്ള യാത്ര എങ്ങനെയുണ്ട് ഗൈസ്? ഒന്ന് ചോദിച്ചിരുന്നു. ഒറ്റയ്ക്കുള്ള ഉറങ്ങുള്ള യാത്ര എങ്ങനെയുണ്ട്? കിട്ടി അതെന്ത് പണിയാ? തരത്തില്ല വെച്ചേ. സമയം വരും. അത് ശരി. പയ്യത്തിന് ഇന്നലെ ബാത്റൂമിൽ കിടന്ന് ഓർമ്മയുണ്ടല്ലോ ബർഗർ കഴിച്ചില്ല. പോകാനായിട്ടൊന്നും ഇല്ലായിരുന്നു. സീനാവും എന്റെ ഇതിന് മാത്രമാണ് മറ്റേ ബർഗർ കഴിച്ചത്. ആ ബർഗർ കഴിച്ചപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഇപ്പം അവിടെ ഞാൻ നടന്നു വരികയാണ് ഗായ്സ്. ഫുഡ് കഴിച്ച് വയറൊക്കെ നിറഞ്ഞു. ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ പിന്നെയും യാത്ര തുടങ്ങി. നല്ല ഹോട്ടൽസ് മെഡിക്കൽ ഷോപ്പ് തുറന്നിട്ടില്ല. വയറിളക്കം കൂടുതലായതുകൊണ്ട് ചേട്ടൻ വയറിളക്കത്തിന്റെ മരുന്ന് വാങ്ങാൻ പോവുകയാണ്. തിരിഞ്ഞ് മോന്തായ കാണിച്ച്. ചേട്ടൻ നേഴ്സായതുകൊണ്ട് നമുക്ക് അത്യാവശ്യമുള്ള എല്ലാ മെഡിസിനും ഞങ്ങൾ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ചെറുതോണി എത്തി. അവിടെ ഫോട്ടോ എടുക്കാൻ പറ്റിയ നല്ലൊരു സ്പോട്ട് കണ്ടു. അവിടെ ഇറങ്ങി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഇതാണ് നമ്മ പറഞ്ഞ നായകൻ. ഈ പുറകെ ഇരിക്കുന്ന നായിക, ഇത് മേര നായിക. അങ്ങനെ ഞങ്ങൾ റിസോർട്ടിലെത്തി. 3 കോട്ടേജുകളായിട്ടാണ് ഞങ്ങൾ ബുക്ക് ചെയ്തത്. ചെക്ക് ഇൻ ചെയ്തിട്ടുണ്ട്. നമുക്കിനി അതിൻ്റെ കുറച്ച് പുറത്തെ കാഴ്ചകൾ കാണാം. ഇനി നമുക്ക് ബാൽക്കണി ഒന്ന് ഓപ്പൺ ചെയ്യാം. ഇതാണ് ഞങ്ങളുടെ കോട്ടേജിൻ്റെ ബാൽക്കണിയിലെ വ്യൂ ആണ്. ഇതെല്ലാമാണ് ബാൽക്കണി വ്യൂ. ഇനി ഞങ്ങളുടെ റൂമിൻ്റെ കുറച്ച് വിഷ്വൽസ് കാണിച്ചു തരാം. നല്ല നീറ്റായിട്ടാണ് എല്ലാം ചെയ്തേക്കുന്നത്. ഒന്ന് ഫ്രഷ് ആയതിനു ശേഷം ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് ടൗണിൽ പോയി. അവിടെ ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്. തലശ്ശേരി ദം ബിരിയാണിയാണ് അവിടെ സ്പെഷ്യൽ. ഹോം മെയ്ഡാണ്. ഞങ്ങളങ്ങനെ കഴിച്ചു. നല്ല ടേസ്റ്റ് ആയിരുന്നു. അതിൻ്റെ മസാലയൊക്കെ ഞങ്ങൾ വീട്ടിൽ വയ്ക്കുന്ന അതേ ടേസ്റ്റാണ് കേട്ടോ.
ബാക്കി വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ ഞാൻ വരുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ, ടേക്ക് കെയർ.